ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് നമുക്ക് സോഹോ റിക്രൂട്ടിൽ എങ്ങനെ ജോബ് ഓപ്പണിങ്സ് മാനേജ് ചെയ്യുക എന്നുള്ളൊരു ഓവർവ്യൂ ചെക്ക് ചെയ്യാം. അതിനായിട്ട് നമുക്ക് സോഹോ റിക്രൂട്ട് ഓപ്പൺ ചെയ്യാം. ഓക്കെ, സോഹോ റിക്രൂട്ടിൽ നമുക്ക് ജോബ് ഓപ്പണിംഗ് എന്ന് പറഞ്ഞ സെക്ഷൻ നമുക്ക് ടോപ്പിൽ കാണാൻ കഴിയും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ കറൻ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള എല്ലാ ജോബ് ഓപ്പണിങ്സാണ് നമ്മളിവിടെ കാണുന്നത്. ഓക്കെ, ആ ജോബ് ഓപ്പണിങ്സിൻ്റെ നമുക്ക് ടൈറ്റിലാണ് ഇവിടെ കാണുന്നത്. അതേപോലെ തന്നെ ആ ജോബ് ഓപ്പണിങ്ങിൻ്റെ സ്റ്റാറ്റസ് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ നമുക്ക് അതിൻ്റെ ടാർഗറ്റഡ് ആയിട്ടുള്ള ഡേറ്റ് എന്നാണ് ക്ലോസ് ചെയ്യേണ്ടതെന്ന് കാണാൻ പറ്റും. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ജോബ് ഓപ്പണിങ്ങിൻ്റെ ക്ലയൻറ്റ് ഏതാണ് വരുന്നത്, ക്ലയൻറ്റ് ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും. ജോബ് ഓപ്പണിംഗ് ഓഫർ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ സ്റ്റാറ്റസിൽ നമ്മൾ ഡിഫറെൻറ്റ് സ്റ്റാറ്റസിലാണ് ഇപ്പോൾ ജോബ് ഓപ്പണിങ്സ് എടുക്കുന്നത്. അപ്പോൾ നമുക്കത് കുറച്ചുകൂടി മോർ ഡീറ്റെയിൽ ആയിട്ട് കാണണമെങ്കിൽ നമുക്ക് ആ ജോബ് ഓപ്പണിങ്ങിന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽഡ് പ്രൊഫൈലിലേക്ക് പോകും. ഇവിടെ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണാൻ പറ്റും. നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ജോബ് ഓപ്പണിംഗ് ഇൻഫർമേഷൻസ് ആണ് കാണുന്നത്. നമുക്ക് വർക്ക് എക്സ്പീരിയൻസ് ആയ ഡിഫറെൻറ്റ് ഡീറ്റെയിൽസ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഈ ജോബ് ഓപ്പണിങ്സ് നമുക്ക് എങ്ങനെ ഒരു പുതിയൊരു ജോബ് ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ചെക്ക് ചെയ്യാം. അതിനായിട്ട് നമുക്ക് റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ടൊരു ക്രിയേറ്റ് ജോബ് ഓപ്പണിംഗ് എന്നൊരു ബട്ടൺ കാണാൻ പറ്റും, ഒരു പ്ലസ് ബട്ടൺ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ഫോമിലേക്ക് റീഡയറക്റ്റ് ആയിട്ട് വരും. ഇവിടെ നമുക്ക് ജോബിൻ്റെ നെയിം ഫസ്റ്റ് ഫീൽഡിൽ നമുക്ക് പോസ്റ്റ് ടൈറ്റിലായിട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഒരു സാമ്പിൾ ഡെമോ നെയിം അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ക്ലയൻറ്റിൻ്റെ നെയിം, നമുക്ക് ഈ ജോബ് ഓഫർ ചെയ്യുന്ന ക്ലയൻറ്റിൻ്റെ നെയിം നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മൾ കറൻ്റ് ആഡ് ചെയ്തിട്ടുള്ള എല്ലാ ക്ലയൻസും നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് പുതിയ ക്ലയൻ്റ് ആണെങ്കിൽ നമുക്ക് ന്യൂ ക്ലയൻറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ക്ലയൻറ്റ് ഡീറ്റെയിൽസ് ഫസ്റ്റ് ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ആ ക്ലയൻറ്റിനെ ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ഫെച്ച് ആയിട്ട് വരും. നെക്സ്റ്റ് നമുക്ക് ആ ക്ലയൻറ്റിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ്. അത് നമുക്ക് ഇവിടെ കറൻ്റ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതോടെ കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് പിന്നെ വരുന്നത് നമുക്ക് അക്കൗണ്ട് മാനേജറാണ്. നമ്മൾ ഓട്ടോമാറ്റിക്കലി ഫിച്ച് ആവും. നെക്സ്റ്റ് നമുക്ക് ഏത് റിക്രൂട്ടറാണ് ഈ ജോബ് ഓപ്പണിങ്സ് മാനേജ് ചെയ്യുന്നത് ആ റിക്രൂട്ടർ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്, യൂസറിനെ സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് ജോബ് ഓപ്പണിംഗ് ഡേറ്റ്, ഓപ്പൺ ആയിട്ടുള്ള ഡേറ്റ് ഇവിടെ കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് ടാർഗറ്റ് ഡേറ്റ്, ഇത് ക്ലോസ് ചെയ്യേണ്ട ഡേറ്റും നമുക്ക് ഇതേപോലെ ഇവിടെ കൊടുക്കാൻ പറ്റും. പിന്നെ ഈ ജോബിൻ്റെ ഡീറ്റെയിൽസ്, അതായത് ജോബ് ഫുൾ ടൈം ആണോ പാർട്ട് ടൈം ആണോ എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് ജോബ് ഓപ്പണിംഗ് സ്റ്റാറ്റസ്, നമുക്ക് കറൻ്റ് ഇതിൻ്റെ സ്റ്റാറ്റസ് എന്താണ്. ഇനി ഒരു പുതിയ ജോബ് ഓപ്പണിംഗ് ആണെങ്കിൽ നമുക്ക് ഇൻ പ്രോഗ്രസ് എന്ന് കൊടുക്കാം. ഇനി അത് ഹോൾഡിലാണെങ്കിൽ നമുക്കത് ഡിഫറെൻറ്റ് സ്റ്റാറ്റസ് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ നമുക്ക് കറൻ്റ് ഇൻ പ്രോഗ്രസ് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഈ ജോബിൻ്റെ വർക്ക് എക്സ്പീരിയൻസ് നമുക്ക് എത്ര വേണ്ടത്, ഫ്രഷർ ആണോ അത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണോ, എത്ര ഇയേഴ്സ് ആണോ നമുക്ക് എക്സ്പീരിയൻസ് വേണ്ടതെന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഇതിൻ്റെ ഇൻഡസ്ട്രി ആണ്, ഏത് ഇൻഡസ്ട്രിയിൽ വരുന്നതാണെന്ന് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. നമ്മൾ സാമ്പിളായിട്ട് ഹോസ്പിറ്റൽ, ഹെൽത്ത് കെയറിൽ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇതിന് റിക്വയർഡ് ആയിട്ടുള്ള സ്കിൽസ് ആണ്. ഇതിൽ നമുക്കിപ്പോൾ സാമ്പിൾ റിക്വയർഡ് ആയിട്ടുള്ള സ്കിൽസ് നമുക്ക് നഴ്സിംഗ് കൊടുക്കാം. ഡിഫറെൻറ്റ് സ്കിൽ റിക്വയർഡ്സ് കൊടുക്കാൻ പറ്റും. ഇത് നമുക്ക് കുറച്ചുകൂടെ നമുക്ക് ഫിൽട്ടർ ചെയ്യാനും നമുക്ക് കാൻഡിഡേറ്റ്സിനെ ഫിൽട്ടർ ചെയ്യാനും കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും നമ്മൾ കൂടുതൽ സ്കിൽസ് ആഡ് ചെയ്യുന്ന ഡിപ്പെൻസിൽ. ഓക്കെ, ഈ റിക്വയർഡ് സ്കിൽസ് നമുക്ക് ഡിഫറെൻറ്റ് സ്കിൽസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള സ്കിൽസ് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു നഴ്സിംഗ് ആണ് നമുക്ക് ജോബ് ഓപ്പണിംഗ് എന്നുണ്ടെങ്കിൽ നഴ്സിംഗിൻ്റെ നമുക്ക് സ്കിൽസ് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. സോ നമുക്ക് കാൻഡിഡേറ്റിന് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ഈ സ്കിൽസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് നമുക്ക് സാലറിൻ്റെ ഡീറ്റെയിൽസ് ആണ്. നമുക്ക് സാലറി ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. എത്രയാണ് നമുക്ക് വരുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ കുറച്ചുകൂടി അഡീഷണൽ ആയിട്ടുള്ള അഡ്രസ് ഇൻഫർമേഷൻസ് നമുക്കിവിടെ ആഡ് ചെയ്യാം. ജോബിൻ്റെ അഡ്രസ്സ് എവിടെയും ലൊക്കേഷൻസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഫോർകാസ്റ്റ്, കുറച്ചുകൂടെ സാലറി, റവന്യൂ ആൻഡ് ടൈപ്പ് ഓഫ് ഡീറ്റെയിൽസ് നമുക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഡിസ്ക്രിപ്ഷൻസ്, മോർ ഡീറ്റെയിൽസ് എന്തെങ്കിലും നമുക്ക് ഇതിൽ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡിസ്ക്രിപ്ഷൻ പോലെ ഇവിടെ ആഡ് ചെയ്യാം. ഈ റിക്വയർമെൻറ്റ്സ് ആൻഡ് ഡിഫറെൻറ്റ് ഫീൽഡ്സ് ഇവിടെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് അറ്റാച്ച് ആയിട്ടുള്ള ജോബിൻ്റെ സമ്മറി എന്തെങ്കിലും PDF ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ഫയൽ പോലെ ഇവിടെ നമുക്ക് ആഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ആഫ്റ്റർ നിങ്ങൾ റിക്വയർഡ് എല്ലാ ഡീറ്റെയിൽസും ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സേവ് കൊടുക്കാൻ പറ്റും. സേവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ജോബ് ഇവിടെ ആഡ് ആയിട്ടുണ്ടാവും. ജോബ് ഓപ്പണിങ്സ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഈ ജോബ് ഓപ്പണിംഗ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് ഇനി കൂടുതൽ ഡീറ്റെയിൽസ് ആഡ് ചെയ്യുമ്പോൾ ഡയറക്റ്റ്ലി നമുക്ക് ഇവിടെ നിന്ന് ആഡ് ചെയ്യാം. അതല്ലെങ്കിൽ എല്ലാം ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഇനി കാൻഡിഡേറ്റ്സിനെ നമുക്ക് സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇതാണ് നമുക്ക് ജോബ് ഓപ്പണിങ്സ് ഇങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാറ്.